റോഷ്നി വാതിൽ പതിയെ അടച്ചുകൊണ്ട് തിരിഞ്ഞതും മുന്നിലെ സുഭദ്ര. അമ്മ എന്തിനാ പിന്നെയും വന്നത്? സുഭദ്ര ആ റൂമിൽ നിന്നും ഇപ്പോഴാണ് ഇറങ്ങിപ്പോയത്. പിന്നെയും എന്തിനാണ് വന്നതാണ് റോഷ്നി ചിന്തിച്ചത്. ആ കുട്ടിയാകെ മടുത്തിരിക്കുക മോളെ, ഈ ജ്യൂസ് ഒന്ന് കൊടുക്കാൻ. സുഭദ്ര കയ്യിലുള്ള ജ്യൂസിന്റെ ഗ്ലാസ് കാണിച്ചു കൊടുത്തോണ്ട് പറഞ്ഞു. റോഷ്നി ഒരു ചിരിയുടെ അതിലേക്ക് നോക്കി. പിന്നെ അടഞ്ഞെടുക്കുന്ന വാതിലേക്കും. റൂമിലിപ്പോ ഏട്ടനുണ്ട്. അതിനെന്താ, ഇതൊന്നും കൊടുത്താലൊന്നും അവനൊന്നും പറയില്ല. കൊടുത്തില്ലേലോ അവൻ പറയാ. സുഭദ്ര പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. അകത്ത് ഭാര്യയും ഭർത്താവും കെട്ടിപ്പിടിച്ച് നിൽക്കുവാണെന്ന് പറയാൻ ഒരു മടി. പെട്ടെന്ന് റോഷ്നിയുടെ മുഖം ചൊളിഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയോ? റോഷ്നിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ സുഭദ്രയ്ക്ക് ഒരു പേടി തോന്നി. സത്യം പറയണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നതിൽ എന്തോ ഇല്ലേ? പറ അമ്മ, സത്യം പറയോ? അറിയുന്നതാണെങ്കിൽ പറയാം. റോഷ്നിയുടെ മുഖം തിരിച്ചുകൊണ്ട് സുഭദ്ര പറഞ്ഞു. അതിലേ, ഏട്ടന് ആ ചേച്ചി ഇഷ്ടാണോ? വല്ലാത്തൊരു ആകാംക്ഷയിൽ അവൾ ചോദിക്കുമ്പോൾ സുഭദ്രയുടെ പൂരികൻ ചുളിഞ്ഞു. ഇഷ്ടാവാതെ അവൻ പിന്നെ ആ കുട്ടി വിവാഹം കഴിക്കോ? സുഭദ്ര അവളിൽ നിന്ന് പൂരികൻ ചുളിച്ചു നോക്കി. അങ്ങനെയല്ലമ്മ, ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതിപ്പോ മുന്നോട്ട് പോകുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. അതിന് ഏട്ടന് സമ്മതാണോന്ന്? റോഷ്നി ഒന്നുകൂടെ അവളെ മനസ്സിലുള്ള ചോദ്യം ക്ലിയർ ആക്കി. സത്യം പറഞ്ഞ സുഭദ്രയ്ക്ക് അതിനൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു. അതിന് ശരിക്കും ഒരു ഉത്തരം തരാൻ എനിക്കറിയില്ല. ഇഷ്ടമാണ് അവന്. അതുകൊണ്ടാണല്ലോ ഈ ഒരൊറ്റ പെൺകുട്ടിയുടെ പ്രപ്പോസൽ മാത്രം അവ സമ്മതിച്ചത്. അവനായി കണ്ടുപിടിച്ചതാണെന്ന് റോഷ്നിയോട് പറഞ്ഞാൽ അവളത് എല്ലാവരോടും പറഞ്ഞു നടന്നാലോ എന്നുള്ള പേടിൽ സുഭദ്ര പറഞ്ഞു. അവനായി കണ്ടുപിടിച്ചതാണെന്ന് അവൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഇനി സുഭദ്രയെ പറയില്ലെന്ന് വെച്ചു. ഒന്ന് മൂളുക മാത്രം ചെയ്തുകൊണ്ട് റോഷ്നി താഴേക്ക് ഇറങ്ങിപ്പോയി. അവൾ പോന്നു നോക്കി സുഭദ്ര ഡോറിൽ തട്ടി. ലച്ചുവിനെ രണ്ടു കൈകൊണ്ടും പൊതിഞ്ഞു പിടിച്ചിരുന്നവനും അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി കരഞ്ഞിരുന്നവളും മുഖം പരസ്പരം ഒന്ന് നോക്കി. ആ നിമിഷം തന്നെ ലച്ചു അനന്തമാകുന്നു. പെട്ടെന്നുള്ള ഒരു തോന്നൽ ഓടി അവന്റെ നെഞ്ചിലേക്ക് അണഞ്ഞതാണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ലച്ചുവിന്റെ കണ്ണുകൾ റയാൻഷിന്റെ നെഞ്ചിലേക്ക് പോയി. വെള്ള ഷട്ടിൽ എടുത്തു കാണിക്കുന്ന കൺമഷിയും സിന്ദൂരവും. അവൾ അവന്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കിയ സമയം തന്നെ അവൻ വാതിലിന് നേരെ തിരിഞ്ഞിന്ന് വാതിൽ തുറന്നിരുന്നു. മോളെവിടെ? സുഭദ്ര അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. റയാൻഷ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. സുഭദ്ര കയ്യിലുള്ള ജ്യൂസ് അവന്റെ നേരെ നീട്ടി. ഇത് മോൾക്ക് കൊടുക്ക്, എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് താഴേക്ക് വായോ, ഭക്ഷണം കഴിക്കണ്ടേ? സുഭദ്ര പറയുമ്പോൾ അവനൊരു ചെറു ചീരിയോടെ തലയാട്ടി. ആ അമ്മയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം അവരൊന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ആ അമ്മയാണ്. എനിക്കില്ലേ? നീട്ടിപ്പിടിച്ച ഗ്ലാസ് കൈനീട്ടി വാങ്ങുമ്പോൾ അവനൊരു ചീരിയോടെ ചോദിച്ചു. മറുപടി ഒന്നുമില്ലെന്ന് കണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നോട്ടം അവന്റെ ഷട്ടിലാണ്. റയാൻഷ് മുഖം താഴ്ത്തിയൊന്ന് നോക്കി. വെള്ള ഷട്ടിൽ തെളിഞ്ഞു കാണുന്ന കറുപ്പും ചുവപ്പും പാട്. അവൻ കണ്ണുകൾ മുറക്കി അടച്ചു തുറന്ന സമയം തന്നെ പിന്നിലൊരുവൾ വന്നു നിന്നു. സുഭദ്ര ഒരു ചീരിയോടെ റയാൻഷ് നോക്കിയ ശേഷം ലച്ചുവിനെ നോക്കി. സുഭദ്രയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ പുറത്തേക്ക് വന്നതാണ്. ഇത് കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് താഴേക്ക് വാ, ഭക്ഷണം കഴിക്കാം. സുഭദ്ര ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കുമ്പോൾ ലച്ചു ഒരു ചെറുചീരിയുടെ തലയാട്ടി. പെണ്ണ് കാണാൻ വന്ന അന്നു മുതൽ ഈ ഒരു മുഖമായിരുന്നു മനസ്സിൽ. അമ്മ എന്തൊരു ഇഷ്ടമാണെന്നോ. ഒരു പക്ഷേ ആ അമ്മയുടെ മകനേക്കാൾ ഇഷ്ടം ആ അമ്മയോടാവും. ഞാൻ താഴേക്ക് പോട്ടെ, രണ്ടുപേരും കൂടെ വായോട്ടോ. അതും പറഞ്ഞിട്ട് സുഭദ്ര റയാൻഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. ആ നോട്ടത്തിലൊരു കളിയാക്കലില്ലേ ഉണ്ട്. അവനൊന്ന് ചിരിച്ചു. ആ ചിരിയോടെ തന്നെ ഈ വാതിലടച്ചു. കയ്യിലുള്ള ജ്യൂസിലേക്ക് നോക്കി. ഇളനീർ ജ്യൂസ് ആണെന്ന് തോന്നുന്നു. അവനത് ചുണ്ടോട് മുട്ടിച്ചു. പെട്ടെന്നത് പിൻവലിച്ചുകൊണ്ട് അടുത്തവനെ നോക്കി നിൽക്കുന്നവളെ നോക്കി. ഞാൻ കുടിച്ചതിനെ ബാക്കി കുടിക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ? അവനെ നോക്കുന്ന മുഖത്തേക്ക് നോക്കി അവൻ പതിയെ ചോദിച്ചു. ലച്ചു ഇല്ലെന്ന് തലയാട്ടി. അവനൊരു ചിരിയോടെ ആ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു. അല്പം കുടിച്ച ശേഷം അവനത് ലച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അവൾ അത് അവന്റെ മുഖത്തേക്ക് നോക്കാതെ വാങ്ങി. ശേഷം ചുണ്ടോട് വെച്ചു. അവളെന്ന് നോക്കിക്കൊണ്ട് റയാൻഷ് മുന്നോട്ട് നടന്നു. മതി. മിററിൽ നോക്കിയിട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺസ് അഴിക്കുമ്പോഴാണ് പിന്നിരുന്നും ആ ശബ്ദം. റയാൻഷ് പൂരികം ചുളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും കയ്യിലുള്ള ഗ്ലാസ് അവൾ അവന്റെ നേരെ നീട്ടി. അവനത് വാങ്ങാതെ അവളെയും അവളുടെ കയ്യിലേക്ക് നോക്കി. എനിക്ക് മതി, വേണ്ടാഞ്ഞിട്ടാ. അവന്റെ അടുത്തേക്ക് ഒന്നോടെ നീങ്ങി നിന്നുകൊണ്ട് ഗ്ലാസ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. റയാൻ ഷർട്ടിന്റെ ബട്ടൺസ് മുഴുവനും അഴിച്ചുകൊണ്ട് ഗ്ലാസ് വാങ്ങി. പകുതിയായിട്ടേ ഇടും. നീ ഇത്രേ കുടിക്കൂ? വേണ്ടാഞ്ഞിട്ടാ. വലത്തെ കൈകൊണ്ട് നനഞ്ഞ ചുണ്ടുകളെ തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. റയാൻ തലയാട്ടിക്കൊണ്ട് ജ്യൂസ് മുഴുവനും ഒറ്റയടിക്ക് കുടിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുത്തു. നിർബന്ധിച്ചില്ലല്ലോ എന്നൊരു തോന്നലും വേണ്ട. ഞാൻ തന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണ്. താൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല. റയാൻഷ് പറയുമ്പോൾ ലച്ചു ഒരു ചിരിയോടെ തലയാട്ടി. അവനൊരു കാര്യത്തിനും നിർബന്ധം പിടിക്കില്ലല്ലോ, പ്രത്യേകിച്ച് കഴിക്കുന്ന കാര്യത്തിൽ. അതവൾക്ക് വലിയ ആശ്വാസമായിരുന്നു.
കുട്ടികളുടെ കാട്ടിക്കുടലും കഴിക്കലും ഒക്കെ കണ്ടാൽ അവൻ താനേ ആ തീരുമാനമൊക്കെ മാറ്റുമെന്ന് അന്നേരം രണ്ടുപേരും അറിഞ്ഞില്ല. ഫ്രഷ് ആയിട്ട് വരും, ഞാനിവിടെ ഇരിക്കാം, ഡ്രസ്സൊക്കെ ഷെൽഫിലുണ്ട്. ക്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ലച്ചു ഷെൽഫ് തുറന്നു. പെട്ടെന്ന് മനസ്സിലേക്ക് അന്നത്തെ വൈകുന്നേരം ഓർമ്മ വന്നു. ആഭരണങ്ങളൊക്കെ അഴിച്ചുവെച്ച ശേഷം മാറി ഉടുക്കാൻ ഒരു ഡ്രസ്സ് എടുക്കാൻ ഷെൽഫ് തുറന്നപ്പോഴാണ് ആരും ഓടി പിണഞ്ഞുകൊണ്ട് കുട്ടിയുടെ ഏട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഒന്നും ഇഷ്ടായില്ലേ? തൊട്ടു പിന്നിൽ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടുള്ള ചോദ്യം. ലച്ചു മുഖം ചിരിച്ച് കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ആ ശരീരം അവളെ പുറത്തേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ കണ്ണുകൾ ഷെൽഫിലാണ്. അതിൽ മടക്കി വെച്ച പലതരം ഡ്രസ്സുകളിൽ തൽക്കാലം ഏതെങ്കിലും ഒന്നെടുത്തിട്, പിന്നെ ഒഴിവ് പോലെ ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അവനെന്ന് പറയുമ്പോൾ ലച്ചുവിനെ നോക്കി. കൺമഷി പടർന്നു പിടിച്ച കണ്ണുകൾ, എന്തൊരു ഉരുണ്ട ഭംഗിയുള്ള കണ്ണുകളാണ്. അതിൽ നിന്ന് കണ്ണെടുക്കാൻ അവന് കഴിഞ്ഞില്ല. ലച്ചു വേഗം അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി ഒരു ചുരിദാർ കയ്യിലെടുത്ത് തിരിഞ്ഞു. നഗ്നമായ ആ നെഞ്ചിൽ മുഖം അമർന്നതും രണ്ടുപേരും ഒരുപോലെ കണ്ണുകൾ അടച്ചു. റയാൻ ലച്ചുവിനെ ചേർത്ത് പിടിക്കാൻ കൈ ഉയർത്തുന്ന സമയം അവൾ അവളിൽ നിന്നും അകന്ന് ബാത്റൂമിലേക്ക് നടന്നു. ആ വാതിലടഞ്ഞ് അവൾ കണ്ണിൽ നിന്ന് മറയുവോളം അവന്റെ കണ്ണുകളിൽ അവളിൽ തന്നെയായിരുന്നു. കൂളി കഴിഞ്ഞിറങ്ങുമ്പോൾ ലച്ചുവിന്റെ കണ്ണുകൾ ചുറ്റും ഒന്ന് ഓടിപ്പോയി. ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞയാളെ കാണുന്നില്ല, ഒറ്റയ്ക്ക് താഴേക്ക് പോവേണ്ടി വരുമോ എന്നൊരു പേടിയോടെ ആ നിൽപ്പ് അങ്ങനെ നിൽക്കുമ്പോഴാണ് തുറന്നു കിടക്കുന്ന ബാൽക്കണി വാതിലൂടെ അവൻ അകത്തേക്ക് കയറിയത്. കയ്യിലെ ഫോൺ കട്ടാക്കിക്കൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ഇട്ടിരുന്ന ഷർട്ട് മാറ്റിയൊരു ഡാർക്ക് ഗ്രീൻ ഷർട്ട് എടുത്തിട്ടിട്ടുണ്ട്. പാന്റ് മാറ്റിയൊരു ട്രാക്ക് പാന്റ് ഇട്ടിട്ടുണ്ട്. റയാൻ ലച്ചുവിനെ ഒന്ന് നോക്കി. ഒരു മഞ്ഞ നിറത്തിലുള്ള ടോപ്പും പാന്റുമാണ് വേഷം. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ വേഷത്തിൽ അവളെ കാണാൻ. വാ പറയട്ടെ. റയാൻ മുന്നോട്ട് വന്ന് ലച്ചുവിന്റെ തോളിലൂടെ കൈയിട്ട് അവളെ അവളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സെറ്റിലേക്ക് ഇരുത്തി. സെറ്റിലേക്ക് എന്ന ശേഷം ലച്ചു മുഖം ചെരിച്ചുകൊണ്ട് അവനെ നോക്കി. അവളെ തന്നെ നോക്കിയിരിക്കുവാണ്. കുളി കഴിഞ്ഞത് കൊണ്ട് തന്നെ കൺമഷി കണ്ണിന് ചുറ്റും നല്ല ഭംഗിയിൽ പടർന്നു കിടക്കുന്നുണ്ട്. അധികമായും ഒന്നുമില്ല. പക്ഷെ നേരത്തെ കണ്ട് എഴുതിയതിനേക്കാൾ അവൻ ഇഷ്ടപ്പെട്ടത് അതാണ്. ഒരു പ്രത്യേക സൗന്ദര്യമുണ്ടായിരുന്നു. ലച്ചു റയാൻഷിൽ നിന്ന് മുഖം ചേരിച്ചുകൊണ്ട് റൂം ചുറ്റുമൊന്ന് നോക്കി. ആ സമയം തന്നെ അവരൊന്നുകൂടെ അവളിലേക്ക് ചേർന്നിരുന്നു. ചുമരിൽ വെച്ചിരിക്കുന്ന അവരുടെ വിവാഹ ഫോട്ടോയിൽ കണ്ണുകൾ പതിഞ്ഞ സമയം തന്നെ റയാൻഷ് അവളുടെ മടിയിലിരിക്കുന്ന കയ്യിൽ പിടിച്ചു. ചുമരിലെ ഫോട്ടോയിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. പേടിയുണ്ടോ? സൗമ്യമായ വാക്കുകൾ. കണ്ട നാൾ മുതൽ ഇങ്ങനെയായിരുന്നു അവരെന്ന് അവൾ ചിന്തിച്ചു. അല്ല, ഗൗരവത്തോടെ അഹങ്കാരത്തോടെ മാത്രമേ അവൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു പാവം. പറ ലക്ഷ്മി, പേടിയുണ്ടോ? അവൻ ഒന്നുകൂടെ ആ ചോദ്യം ആവർത്തിച്ചതും അവൾ തല കുലുക്കി. ആകെ പേടി മാത്രമേ ഉള്ളൂ. അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ സമാധാനം തോന്നുന്നത്. അല്ലാതെ ആരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും അവൾക്ക് പേടിയാണ്. ഒരു തരം പറയൽ. പതിയെ മൂടുന്നതിനൊപ്പം അവൾ തലക്കുലുക്കുകയും ചെയ്തു. ഒന്നുയർന്നിരുന്നത് പോലെ തോന്നിയതും അവളൊന്ന് പിടഞ്ഞു. ഒപ്പം ഉറപ്പുള്ള ആ ഉറച്ച കൈകൾ അറയിലൂടെ ചുറ്റി വരിഞ്ഞു കഴിഞ്ഞിരുന്നു. പേടിക്കണ്ട, ഞാനില്ലേ, അമ്മയുടെ ഒപ്പം തന്നെ നിന്നാ മതി. അവന്റെ മടിയിലാണ് ഇരിക്കുന്നതെന്ന് ആ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് റയാൻഷ് പറയുന്നതെങ്കിൽ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കാതെ വേറെ എങ്ങോട്ട് നോക്കിയിരുന്നുകൊണ്ട് തല കുലുക്കി. തല നനയ്ക്കാതെയാണ് കുളിച്ചത്. അതുകൊണ്ട് മുടി ഒന്നാകെ ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ റയാൻഷ് പിടിച്ചു. പട്ടുപോലെ സുന്ദരമായ മുടി അവന്റെ മടിയിലേക്ക് വന്നു വീണു. വലത്തെ കൈ കൊണ്ട് അവനത് ഒതുക്കി വൃത്തിയിൽ വെച്ചു കൊടുത്തു. ആ സമയം മാത്രം ലച്ചു മുഖം ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. താഴത്തേക്ക് പോയാലോ? ഒന്നുകൂടെ ലച്ചുവിന്റെ അരയിലൂടെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ലച്ചു കണ്ണുകൾ മുറക്കി അടച്ചു പിടിച്ചുകൊണ്ട് തല കുലുക്കി. അവൻ അരയിൽ വെച്ചിരിക്കുന്ന കൈ ഇങ്ങനെ താഴ്ന്നു പോകുന്ന പോലെ. പോകാം. ലച്ചു പതിയെ നിളകി. റയാൻ ഷൊരിച്ചീരുടെ അവളിൽ നിന്ന് കൈകൾ എടുത്തതും അവൾ പിടഞ്ഞുകൊണ്ട് അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ മടിയിൽ കിടക്കുന്ന മുടി അവളുടെ കൂടെ അകന്നു. റയാൻ ഒത്തിരി കൗതുകത്തോടെ ആ മുടിയിലേക്ക് നോക്കി. അവനടുത്ത് ഇടപഴകിയിട്ടുള്ളവർക്കൊന്നും ഇങ്ങനെ മുടിയില്ല. റോഷ്നിക്കും കസിൻസിനും അമ്മയ്ക്കും ഫ്രണ്ട്സിനും ഒന്നുമില്ല. അതുകൊണ്ട് ആ പട്ടുപോലെ നീണ്ടു കിടക്കുന്ന മുടി കാണുമ്പോൾ ഒരു കൗതുകം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയണം കേട്ടോ. എനിക്കിടപെടാൻ കുറച്ച് സമയം വേണം. കയറി വന്ന അന്ന് തന്നെ ഞാൻ നിന്റെ പക്ഷം ചേർന്ന് പറയുമ്പോൾ അത് ആർക്കും പറ്റിയെന്ന് വരില്ല. റയാൻ സെറ്റിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവളിലെ പേടി ഒന്നുകൂടെ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഞാൻ എനിക്കൊന്നും പറയാൻ അറിയില്ല. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു. റയാൻ ലച്ചുവിനെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തി. തിരിച്ചെന്തെങ്കിലും അവർ പറഞ്ഞതിന് കൂസാതെ എന്തെങ്കിലും ഒരു നോട്ടമോ വാക്കോ അങ്ങനെ എന്തെങ്കിലും മതി. മിണ്ടാതെ കണ്ണു നിറച്ചു നിന്നാൽ അവരൊക്കെ എന്റെ ഭാര്യയുടെ തലയിൽ കയറും. അതുകൊണ്ടാ. റയാനിഷ് പറയുമ്പോൾ ലച്ചു തല കുലുക്കി. അവൻ പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്യാൻ പറ്റോ, പറയാൻ പറ്റോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഉള്ളിൽ എവിടെ ഒരു ധൈര്യം.
പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊരു തോന്നൽ. അത് തന്നെയാണ് അവനും വേണ്ടത്. നടന്നോ, ഞാൻ വരാം. അതും പറഞ്ഞിട്ട് കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് അഴിച്ചു വെച്ചുകൊണ്ട് അവൻ ടേബിളിൽ വെച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ലച്ചു ആ നിൽപ്പ് തന്നെ നിൽക്കുകയാണ്. നടന്നോ, ഞാൻ തൊട്ടു പിന്നിലുണ്ട്. അവൻ വീണ്ടും പറഞ്ഞതും ലച്ചു മടിയോടെ അവനെ ഒന്ന് നോക്കി. ഞാൻ ഷോൾ. അവളൊന്ന് തപ്പി തടഞ്ഞു. അവളുടെ വീട്ടിലെ പോലെയല്ലോ, ഒത്തിരി ആളുകളുള്ളതല്ലേ, അതുകൊണ്ടൊരു മടി. റയാൻഷ് അവളെ മൊത്തത്തിലൊന്ന് നോക്കി, പിന്നെ ഒന്ന് ചിരിച്ചു. ലക്ഷ്മി പുറത്തൊക്കെ പോയി പഠിച്ചതല്ലേ, അവളെക്കുറിച്ച് അറിഞ്ഞതൊക്കെ ശരിയല്ലേ എന്ന രീതിയിൽ അവനൊന്ന് എടുത്തു ചോദിച്ചു. ലച്ചു തല കുലുക്കി. റയാൻഷ് ആഞ്ഞെന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഇവിടെ ഷാളൊന്നും വേണ്ട, എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അച്ഛനോ വല്യച്ഛന്മാർക്കോ മുത്തച്ഛനോ മുത്തശ്ശിക്കോ ആർക്കും അതൊരു വിഷയമല്ല, താൻ നടക്ക്. അവൻ പറഞ്ഞതും അവൾ മുന്നോട്ട് നടന്നു. പിന്നാലെ ഒരു 3-4 സ്റ്റെപ്പ് പുറകിലായി അവളും നടന്നു. താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ തികച്ചും നിശബ്ദതയാണ്. എല്ലാവരും ഹാളിലിരിക്കുന്നുണ്ട്, പക്ഷെ ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും മിണ്ടാതെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാനിരിക്കാം, എല്ലാം വിളമ്പി. ലച്ചു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ടെന്ന് കണ്ടതും സുഭദ്ര വേഗം കയ്യിലുള്ള വെള്ളത്തിന് ജഗ് ടേബിൾ വെച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാരും ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് തുടങ്ങി. ആ മോള് വാ, കഴിക്കാം. സുഭദ്ര ലച്ചുവിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ലച്ചു ചുറ്റും വന്ന് നോക്കി. ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കാണുമ്പോൾ ആകെ ഒരു പേടി. വേഷത്തിലും ഭാവത്തിലുമൊക്കെ വല്ലാത്തൊരു എടുപ്പ്. ലച്ചുവിന്റെ കണ്ണുകൾ സെറ്റിലിരുന്ന് അവൾ തന്നെ നോക്കുന്ന മുത്തശ്ശിയിൽ പതിഞ്ഞു. ചിരിയോ ദേഷ്യമോ ഒന്നും ആ മുഖത്തില്ല. വെറുതെ ഇരുന്ന് അവളെ നോക്കുന്നു, അത്രമാത്രം. ലച്ചു അവരെ നോക്കിയെന്ന് ചിരിച്ചു. തിരിച്ചു കിട്ടി. അവൾ ചിരിച്ചതുപോലെ ഒരു ചെറു ചിരി. നമ്മൾ എന്തു കൊടുത്തോ അത് തിരിച്ചു കിട്ടുമെന്ന് ആ മുത്തശ്ശി പറയാതെ പറഞ്ഞ പോലെ അവൾക്ക് തോന്നി. വിവാഹത്തിലൊന്നും മുത്തശ്ശിയെ കണ്ടിട്ടില്ല. മുത്തശ്ശനെയും കണ്ടിട്ടുണ്ട്, പക്ഷെ മുത്തശ്ശിയെ കണ്ടിട്ടില്ല. അന്ന് കുളിയൊക്കെ കഴിഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകാന്നാണ് അമ്മ പറഞ്ഞത്. ഒത്തിരി ആളുകളുള്ളത് കൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങില്ലെന്ന്. ഒത്തിരി അസുഖങ്ങളൊക്കെയുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ടാണ് കാണത്തെന്നും പറഞ്ഞിരുന്നു. മോൾ ഇവിടെ ഇരുന്നോ? ഒരു ചെയർ വലിച്ചിട്ടുകൊണ്ട് സുഭദ്ര പറഞ്ഞു. ലച്ചു അവരെ നോക്കിയ ശേഷം ചുറ്റും നോക്കി. പിന്നാലെ ഒരുവൻ വന്നിരുന്നു. ഇപ്പൊ കാണാനേ ഇല്ല. പെട്ടെന്ന് ആ കണ്ണുകൾ അവനിലുടക്കി. പുറത്തെ വാതിലിന്റെ അവിടെ ഫോൺ ചെവിയിൽ വെച്ച് നിൽക്കുന്നുണ്ട്. ഇരുന്നോ എന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവൾ ചെയറിലേക്ക് ഇരുന്നു. മരുമക്കളൊന്നും ആദ്യം ഇരിക്കില്ലല്ലോ സുഭദ്രയെ. മരുമകളായി ലച്ചുവിനെ കാണുന്നില്ലെങ്കിൽ കൂടി സുഭദ്ര അവൾ എങ്ങനെ പരിഗണിക്കുമ്പോൾ വല്യമത് പിടിക്കാതെ പറഞ്ഞു. ലച്ചു ചെയറിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും സുഭദ്ര അവളെ തോളിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. ആദ്യത്തെ ദിവസം നമ്മളൊക്കെ ഇതുപോലെ ഇരുന്ന് കഴിച്ചവരല്ലേ, ഒന്ന് തഴുകി വരുമ്പോൾ ശരിയാകും. സുഭദ്ര അതും പറഞ്ഞിട്ട് ഒരു പാത്രം ലച്ചുവിന്റെ അടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തു. നമ്മളെപ്പോലെയാണ് ഇവൾ. വല്യമ്മ പിറുപിറുക്കുമ്പോൾ സുഭദ്ര അവരെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. അല്ല, നമുക്കൊക്കെ മുകളിലാണ് അവളെ സ്ഥാനമെന്ന് പറയാൻ നാവ് ധരിച്ചു, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ലച്ചു ഇരിക്കുന്നതിന് അപ്പുറവും ഇപ്പുറവും റോഷ്നിയും ശിവശങ്കറുമാണ് ഇരിക്കുന്നത്. റോഷ്നിയെ സുഭദ്ര നിർബന്ധിച്ചിരുത്തിയതാണ്. ലച്ചുവിന് നേരെ ഓപ്പോസിറ്റാണ് റയാൻഷ് ഇരുന്നത്. അവന്റെ ശ്രദ്ധ മുഴുവനും കഴിക്കുന്നതിൽ മാത്രമാണ്. റോഷ്നി കഴിക്കുന്നതിനിടയ്ക്ക് റയാൻഷിനെയും ലച്ചുവിനെയും നോക്കി. രണ്ടുപേരും പരസ്പരം നോക്കുന്നത് പോലെയില്ല. രണ്ടുപേരും രണ്ട് ലോകത്താണ്. നിർത്തിയോ? സുഭദ്രയുടെ ശബ്ദം കേട്ട് റയാൻഷ് മുന്നിലേക്ക് ഒന്നുകൂടെ നോക്കി. ലച്ചു മുഖം ഉയർത്തി സുഭദ്രയെ നോക്കിക്കൊണ്ട് തലയാട്ടുന്ന കണ്ടതും അവന്റെ കണ്ണുകൾ ലച്ചുവിന്റെ മുന്നിലെ പ്ലേറ്റിലേക്ക് നീങ്ങി. പ്ലേറ്റ് കാലിയാണ്. ഇത്ര വേഗമോ എന്നാണ് അവൻ ചിന്തിച്ചത്. അവരൊക്കെ ഇരുന്ന് കഴിപ്പ് തുടങ്ങിയിട്ടേയുള്ളൂ. അപ്പോഴേക്കും അവള കഴിഞ്ഞു. ഇത്രേ കഴിക്കുള്ളൂ? സുഭദ്ര അതിശയത്തിൽ ചോദിച്ചു പോയി. ഒരു കോരി ചോറ് പോലും അവൾ വിളമ്പിയിട്ടില്ല. ലച്ചു തല കുലുക്കി. ഞാൻ എഴുന്നേൽക്കട്ടെ? ചുറ്റും നോക്കിയിരിക്കുന്നവരെന്ന് നോക്കിക്കൊണ്ട് സുഭദ്രയെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. റോഷ്നിയുടെ ഭാഗത്തേക്ക് മുഖം ചെരിച്ചുകൊണ്ടാണ് അവൾ സുഭദ്രയോട് ചോദിച്ചത്. റോഷ്നി കഴിക്കുന്നതിനിടയ്ക്ക് ലച്ചുവിനെ നോക്കി. ആ വാക്കുകളിലെ പേടിയും ടെൻഷനും എന്തിനോ റോഷ്നിക്ക് ആ പെൺകുട്ടിയുടെ വല്ലാത്തൊരു അറിവ് തോന്നി. കുറച്ചുകൂടെ കഴിക്ക്. ഒന്നും കഴിച്ചില്ലല്ലോ, കുറച്ചുകൂടെ വിളമ്പട്ടെ? സുഭദ്ര ചോദിക്കുമ്പോൾ ലച്ചു വേണ്ടത് തലയാട്ടി. അവർക്കിടയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു വീർപ്പ് മൊട്ടൽ. സുഭദ്ര പിന്നെ നിർബന്ധിച്ചില്ല. വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട. വല്യച്ഛനാണ്. ആരും ഒന്നും മിണ്ടിയില്ല. റയാൻഷ് അവന്റെ പ്ലേറ്റിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് കഴിച്ചു തുടങ്ങി. ലച്ചു അവിടുന്ന് എഴുന്നേൽക്കാതെ ഇരുന്ന് ശ്വാസം മുട്ടി. എഴുന്നേറ്റോ? സുഭദ്ര പറഞ്ഞതും ലച്ചു എഴുന്നേറ്റു. ചെറിയിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ അടുത്തിരിക്കുന്ന റോഷ്നിയെ അവളൊന്ന് നോക്കി. റോഷ്നിയും അവളെ നോക്കി ശേഷം റയാൻഷിനെ നോക്കിക്കൊണ്ട് കഴിച്ചു തുടങ്ങി. ലച്ചു വാഷ് ബേസിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഇടം കണ്ടിട്ട് റയാൻഷ് അവളെ ഒന്ന് നോക്കി. അവൾക്കൊപ്പം അമ്മയുണ്ട്. എങ്കിലും ഒരു സമാധാനക്കുറവ്. പെണ്ണിന് ഭയങ്കര പേടിയാണ്. ഇപ്പൊ എന്തിനെന്ന് പോലും അറിയാതെ നിന്ന് വിറയ്ക്കുന്നുണ്ടാകും. ഇനി മോള് കുറച്ചു നേരം പോയി കിടന്നോ? ലച്ചു കൈ കഴുകി തിരിഞ്ഞതും സുഭദ്ര പറഞ്ഞു. ഇതുവരെ റൂമിലായിരുന്നില്ലേ? കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും റൂമിലേക്ക് പോയാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ എന്ന പേടിയാണ് അവളുടെ ഉള്ളിൽ. ഞാൻ കുറച്ചു കഴിഞ്ഞു പോവാം. എന്നവാ, സെറ്റിലിരിക്കാം.
സുഭദ്ര തന്നെ അവളെ സെറ്റിലിരുത്തി. ആര് വിളിച്ചതും ലച്ചുവിനെ നോക്കിക്കൊണ്ട് അവർ അടുക്കളയിലേക്ക് നടന്നു. ലച്ചു ആ ഹാളിലെ വലിയ സെറ്റിൽ എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു. കണ്ണുകൾ അപ്പുറത്തെ സൈഡിൽ കളിക്കുന്ന കുട്ടികളിൽ പതിഞ്ഞു. വല്യച്ഛന്റെ മക്കളുടെ കുട്ടികളാവും. അവളെ നോക്കി ചിരിക്കുന്ന കുട്ടികളെ നോക്കി ലച്ചു ഒന്ന് ചിരിച്ചു കൊടുത്തു. ശേഷം വലത്തെ കൈ ഉയർത്തി അവരെ അടുത്തേക്ക് വിളിച്ചു. എന്താ പേര്? ഒരു 5-6 വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടി നോക്കി ലച്ചു ചോദിച്ചു. നേഹ, അവളൊരു ചിരിയോടെ പറഞ്ഞു. കിച്ചുപ്പയുടെ വൈഫല്ലേ? ആ പെൺകുട്ടി ചിരിയോടെ ചോദിക്കുമ്പോൾ ലച്ചു ഒരു ചിരിയോടെ തല കുലുക്കി. പിന്നെ ഓരോരുത്തരോടും സംസാരിച്ചു. ആകെ 4 ആളാണ്. അവരെല്ലാരും ലച്ചുവിനോട് ചെറു ചിരിയോടെ സംസാരിച്ചു. മനസ്സിലെ ടെൻഷനൊക്കെ ഒന്നയഞ്ഞ പോലെ. കുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഓരോരുത്തരായി ഹാളിലേക്ക് വന്നതും ലച്ചു വേഗം സെറ്റിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ലച്ചു ഹാളിൽ നിന്നും ഡൈനിങ് ടേബിളിന്റെ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് റയൻ ഹാളിലേക്ക് വരുന്നത്. റൂമിലേക്ക് നടന്നോ, ഞാൻ വരാം. അവനത് പറഞ്ഞിട്ട് ഹാളിലേക്ക് നടന്നു. ലച്ചു മുന്നോട്ട് നടന്നു. വല്യമ്മമാരും അവരുടെ മരുമക്കളും അമ്മയും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ലച്ചു അതൊക്കെ നോക്കി. ആ വീട്ടിൽ ജനിച്ചവർ, അത് ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, അവരൊക്കെ ആദ്യം ഇരിക്കും, ബാക്കിയുള്ളവരൊക്കെ രണ്ടാമത്. അമ്മേ, ലച്ചു വിളിച്ചതും കഴിച്ചുകൊണ്ടിരുന്ന സുഭദ്ര മുഖമുയർത്തി ലച്ചുവിനെ നോക്കി. സുഭദ്ര മാത്രമല്ല, അവിടെ ഇരുന്ന് എല്ലാവരും മുഖമുയർത്തി ലച്ചുവിനെ നോക്കി. സുഭദ്രയോട് പറയാൻ വന്ന കാര്യം മറന്നു ലച്ചു ഇത്ര ടെൻഷനോടെ എല്ലാരെയും മാറി മാറി നോക്കി. ഞാൻ മുകളിൽ റൂമിലേക്ക് നോട്ട സുഭദ്രയിലേക്ക് മാത്രമാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നിർത്തി. സുഭദ്ര ഒരു ചിരിയോടെ തല കുലുക്കി. ലച്ചു ഒരിടം തിരിഞ്ഞു നടന്നു. നിൽക്ക്. പിന്നിൽ നിന്നും അപ്പച്ചി പറഞ്ഞതും ലച്ചു മുന്നോട്ട് പോകാതെ അവിടെ നിന്നുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു. നിന്റെ സാധനങ്ങളൊക്കെ ഗസ്റ്റ് റൂമിലേക്ക് മാറ്റാം. ഒരുമിച്ച് ജീവിക്കാൻ വന്നതല്ലോ, ഒരു റൂമിൽ കിടക്കണ്ട. കിച്ചുവിന് അതിന് ബുദ്ധിമുട്ടാവും. അപ്പച്ചി പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ അവരെ ഒന്ന് നോക്കി. അവർക്കും പെൺമക്കൾ കാണില്ലേ? ഇതുപോലെയൊക്കെ എങ്ങനെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ തോന്നും? ലച്ചുവിന്റെ കണ്ണുകളിൽ എന്തിനെന്നറിയാതെ ഒന്ന് നിറഞ്ഞു വന്നു. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഇരിക്കാനാണ് രണ്ടുപേരും 2 റൂമിൽ കിടന്നാൽ മതി, അതാണ് നല്ലത്. ചേച്ചി, സുഭദ്രയോട് ചോദിച്ചില്ല, വരൂ, വേണ്ടതൊക്കെ എടുത്തു മാറ്റാൻ റോഷ്നി സഹായിക്കും. രാഗിണിയുടെ വാക്കുകൾ കേട്ടതും സുഭദ്ര ദയനീയമായി ലച്ചുവിനെ നോക്കി. ആ നോട്ടം എല്ലാം കണ്ടു നിൽക്കുന്ന റോഷ്നിയിലേക്ക് നീട്ടും. ലച്ചുവിനെ കൂട്ടി റോഷ്നി സ്റ്റെപ്പ് കയറി പോയതും സുഭദ്ര ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കഴിച്ചു തുടങ്ങി. ആ പോക്ക് വെറുതെയാണെന്ന് അവർക്കറിയാം. നാളെ പോയി നോക്കണം, ഇന്നിനി സമയമില്ല, വേറെ ഒരു തിരക്കുണ്ട്. മുന്നിരിക്കുന്നവരോട് പറഞ്ഞുകൊണ്ട് റേൻഷ് കയ്യിലുള്ള ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തു. ഒപ്പം റോഷ്നിയുടെ കൂടെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്നവളെ ഒന്ന് നോക്കൂടെ ചെയ്തു. കുറച്ചു നേരം കൂടെ അവിടെ ഇരുന്ന ശേഷം കയ്യിലുള്ള ഫോൺ ചെവിയിലേക്ക് വെച്ചുകൊണ്ട് അവൻ സെറ്റിൽ നിന്നും എഴുന്നേറ്റ് സ്റ്റെപ്പ് കയറി. ചാരിക്കിടക്കുന്ന വാതിൽ തുറന്നുകൊണ്ട് ലച്ചു റൂമിലേക്ക് കയറുമ്പോൾ പിന്നാലെ തന്നെ റോഷ്നിയും കയറി. ലച്ചു കണ്ണുകൾ രണ്ടും പതിയെ അമർത്തി തുടച്ചു. റോഷ്നി ഒന്നും പറയാതെ ബെഡിലിരുന്നു. ലച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പിന്നെ ഷെൽഫ് തുറന്ന് അതിൽ വൃത്തിയാക്കി അടുക്കി മടക്കി വെച്ചതൊക്കെ നോക്കി. കണ്ണൊക്കെ നിറഞ്ഞൊഴുക്കുകയാണ്. റോഷ്നി ബെഡിലിരുന്നുകൊണ്ട് ലച്ചുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ശ്രീലക്ഷ്മി, റോഷ്നി വിളിച്ചതും ലച്ചു നിറഞ്ഞ കണ്ണുകൾ വീഴ്ചകൊണ്ട് റോഷ്നി ഒന്ന് തിരിഞ്ഞു നോക്കി. ലച്ചുവിനെ പേരെടുത്ത് വിളിച്ച് ഞെട്ടലാണ് അവളുടെ മുഖത്ത്. വയസ്സുകൊണ്ടാണെങ്കിലും സ്ഥാനം കൊണ്ടാണെങ്കിലും ലച്ചു റോഷ്നിയേക്കാൾ മുകളിലാണ്. എന്നിട്ടും അവൾ പേര് വിളിച്ചപ്പോൾ അവൾ തന്നെ അംഗീകരിക്കുന്നില്ല എന്നാണ് ലച്ചു ചിന്തിച്ചത്. ഏട്ടൻ വരട്ടെ, ഏട്ടൻ വന്നിട്ട് എന്താ പറയാൻ നോക്കിയിട്ട് തീരുമാനിക്കാം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. റോഷ്നി പറയുമ്പോൾ ലച്ചു തല കുലുക്കി. ശേഷം റൂമിലെ സെറ്റിലിരുന്നു. റോഷ്നിയുടെ കണ്ണുകൾ ലച്ചുവിലായിരുന്നു. മുഖം താഴ്ത്തി ഇടയ്ക്കിടയ്ക്ക് കണ്ണുകൾ തുടയ്ക്കുന്നവളിൽ നെറ്റിൽ ചുവന്ന നിറത്തിൽ എടുത്തു കാണിക്കുന്ന സിന്ദൂരം, നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന താലി. എന്തിനാ കരയുന്നത്? ഈ റൂമിൽ നിന്ന് മാറാൻ താല്പര്യമില്ലെങ്കിൽ അത് അപ്പച്ചി പറയുമ്പോൾ തന്നെ പറയണ്ടേ? അതിന് സമ്മതം എന്ന പോലെ അവിടെ പോന്നാൽ അവരൊക്കെ അങ്ങനെയല്ലേ കരുതൂ. റോഷ്നി ലച്ചുവിനെ നോക്കി പറയുമ്പോൾ ലച്ചു മുഖമുയർത്തി റോഷ്നി നോക്കി. ഏട്ടനെ പോലെ തന്നെയാണ് അനിയത്തി. പറയുന്ന വാക്കുകളിലൊക്കെ ഒരു ഉപദേശത്തിന്റെ ധ്വനിയുണ്ട്. ഞാൻ എന്തെങ്കിലും അവിടെ പറഞ്ഞാൽ ശരിയാകില്ലല്ലോ. തന്റെ ഏട്ടൻ വേറെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിലോ? അതാ ഞാൻ മിണ്ടാകുന്നത്. ലച്ചു പറയുമ്പോൾ റോഷ്നി അവളുടെ മുഖം ചിരിച്ചുകൊണ്ട് മോളി. എന്തൊരു പതുക്കാണ് ശബ്ദം. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ റയാൻഷ് അവളെ എടുത്തിട്ട് അലക്കുമെന്ന് റോഷ്നി ചിന്തിച്ചു. ആ സമയം തന്നെയാണ് റയാൻഷ് ഡോർ തുറന്ന് അകത്തേക്ക് കയറിയത്.